الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരീ സഹോദരന്മാരെ, ഈ ലോകം നിയന്ത്രിച്ച് പരിപാലിക്കുന്ന നാളെ വിചാരണാ നിലയത്തിൻ്റെ ഉടമസ്ഥനായ മനുഷ്യരെ ആകമാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിഭാഗമാക്കിത്തിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കോടാനുകോടി ജീവികളുള്ള ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരായ നാം ഒട്ടധികം സവിശേഷതകളുമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട്. വലഖദ് കർറംനാ ബനി ആദം സന്തതികളെ നാം ആദരിച്ചു എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ എടുത്തു പറഞ്ഞു. 5400 സസ്തനികളിൽ 14 വർഷം കുട്ടിക്കാലം പ്രായപൂർത്തിയെത്താനുള്ള കാലപരിധിയുള്ള ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫ. നിങ്ങൾക്ക് ഭാരം കുറച്ചു തരണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നു. ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു. ഈ ലോകത്ത് ജീവിച്ച മനുഷ്യരുടെ ആയുസ്സിൽ ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ള സമുദായമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. നമുക്കറിയാം, 950 കൊല്ലം ജീവിച്ച നൂഹ് നബിയുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ 95 വയസ്സുവരെ ജീവിക്കുമോ എന്ന സംശയത്തിലാണ് ഞാനും നിങ്ങളും ഓരോരുത്തരുമുള്ളത്. പക്ഷേ അവസാന പ്രവാചകൻ്റെ തൻ്റെ സമൂഹത്തോട് പറയുന്നത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 70നും 60നും 70നും ഇടയിലാണ് തൻ്റെ സമുദായത്തിൻ്റെ ആയുസ്സുള്ളത് എന്ന് സത്യം മാത്രം പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആകെ 60 വർഷം ജീവിക്കുന്ന ഒരാളുടെ ആയുസ്സിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ 60 കൊല്ലം കിട്ടിയാൽ 30 കൊല്ലം രാത്രിയായിരിക്കും. 30 കൊല്ലം രാത്രിയായിരിക്കും. 15 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുട്ടിക്കാലമായിരിക്കും. 45 വർഷം അങ്ങനെ കഴിയും. പിന്നീട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ജോലിയും പഠനവും വിവാഹവും കുടുംബവുമായി അവസാനം വാർദ്ധക്യവും നരയും മാത്രമാണ് ഒരു മനുഷ്യനുണ്ടായിരിക്കുക. അവൻ അമല് ചെയ്യാനുള്ള സമയം വളരെ കുറവാണ് ദുനിയാവിലുള്ളത്. ആ മരണത്തിലേക്ക് എത്തുന്ന ഒരു നിമിഷത്തെ കാത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. മരിക്കുമ്പോൾ എങ്ങനെ മരിക്കണം? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതം മർദിയ. ഹേ സമാധാനമടഞ്ഞ ആത്മാവേ,
നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക. ഇവിടെ നിന്നൊരാൾ മരിച്ചു പോകുമ്പോൾ അവനാകെ ലക്ഷ്യം വെക്കേണ്ടത് അവൻ്റെ റബ്ബ് തൃപ്തിപ്പെടണം. അവൻ്റെ റബ്ബിനെ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു മരണമായിരിക്കണം അവനുണ്ടാകേണ്ടത്. ഈ ഒരവസ്ഥയിൽ വിട പറയാൻ കഴിഞ്ഞാൽ അവൻ്റെ ഖബർ പോലും സന്തോഷത്തിൻ്റെ ഇടമായിരിക്കും. മരണമെന്ന് കേട്ടാൽ ആളുകൾ ഭയക്കുന്നു. എന്തുകൊണ്ട്? അവനവൻ്റെ പാപങ്ങളെ കൊണ്ട്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിയാൽ എനിക്കെന്തവസ്ഥ വരുമെന്നൊരാശങ്ക കൊണ്ടാണ് മരണത്തെ ഭയക്കുന്നത്. നമുക്ക് ജീവൻ തന്ന, നമുക്ക് സകല അനുഗ്രഹങ്ങളും തന്ന, ഈ ലോകത്ത് ജീവിക്കാൻ സൗകര്യം തന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ് മരണത്തിലൂടെ ഒരു മനുഷ്യൻ ചെയ്യുന്നത്. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന അള്ളാഹു മറഞ്ഞിരിക്കുമ്പോൾ ആ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ കഴിയുമെന്ന വലിയ സന്തോഷമാണ് മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിൽ മരണം കൊണ്ടുണ്ടാകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗക്കാരനാണെങ്കിൽ അവൻ്റെ 3 ചോദ്യങ്ങൾ അവൻ ഖബറിൽ നിന്ന് ചോദിച്ചാൽ, ആ ചോദ്യത്തിൽ അവൻ വിജയിച്ചാൽ അഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അവന് വിരിപ്പ് കൊടുക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കും. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അവന് വസ്ത്രം കൊടുക്കണമെന്ന് കൽപ്പിക്കും. അഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവനിലേക്ക് തുറക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കും. വയഫ്സഹു ലഹു ഫി ഖബരിഹി വബശിർ ബില്ലദീ യസ്സറക, സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്ന് ഖബർ വിശാലമാക്കുവാനും അവന് എളുപ്പമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുവാനും മലക്കിനെ നിയോഗിക്കും. ആരാണെങ്കിൽ? മുഅ്മിനാണെങ്കിൽ, സത്യവിശ്വാസിയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഖബറിൽ കിടക്കണമെന്ന ലക്ഷ്യബോധത്തോടു കൂടി ജീവിച്ച് ഈമാനികമായി മരിക്കാൻ കഴിഞ്ഞാൽ അവൻ പറയും റബ്ബിക് മിൻ സാഅ, അല്ലാഹുവേ അന്ത്യസമയം ഇപ്പോൾ തന്നെ വന്നു ചേരണമെന്ന്. കാരണം അവൻ സ്വർഗക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള എത്താനുള്ള തിടുക്കമായിരിക്കും അവൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുക. നമ്മുടെ ലക്ഷ്യം പരലോക വിജയമായാൽ ഖബറിലെ 5 മഹത്തായ സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞു വന്നത്. ഇതിനെന്തു വേണം? ഒന്നാമത്തേത് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, ഇതിൻ്റെ പ്രതിഫലം അല്ലാഹു തരുമെന്ന ഒരു വിശ്വാസമുണ്ടായിരിക്കുക. വസഅലഹാ സഅയഹാ, അതിൻ്റേതായ പരിശ്രമം അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റി മുന്നോട്ട് പോകുക. വഹുവ മുഅ്മിനുൻ, അദൃശ്യമായ നിലയിൽ അല്ലാഹുവിനെ ഭയപ്പെടുക, മുഅ്മിനായിരിക്കുക. അങ്ങനെയുള്ളവരുടെ പ്രവർത്തനം നന്ദിയോടെ അല്ലാഹു തആല സ്വീകരിക്കും. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അവർ പറയും, അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്. അല്ലാഹു കാണുന്നുണ്ട് എന്ന വിചാരത്തോടുകൂടി, വികാരത്തോടുകൂടി, ചിന്തയോടുകൂടി, സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് നന്മ ചെയ്യുമ്പോൾ അഭിമാനവും സന്തോഷവുമായിരിക്കും. എന്നാൽ അല്ലാഹു കാണുന്നുണ്ട് എന്ന വിചാരത്തോടുകൂടി അവൻ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. വല്ലാത്ത സന്തോഷത്തിലാണ് മുഅ്മിൻ ജീവിക്കുക. ആ സന്തോഷത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, സത്യവിശ്വാസിയായി ദൃഢതയോടുകൂടി യഖീനോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, സൗഭാഗ്യം വന്നു ചേരണമെന്ന് ചിന്തിക്കുന്ന ഏതൊരാളും ചിന്തിക്കുന്ന കാര്യമാണ്, എനിക്ക് പുരോഗതി ഉണ്ടാകുമ്പോൾ, എനിക്ക് സൗഭാഗ്യമുണ്ടാകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുടുംബം വേണം. ലക്ഷ്യത്തിലേക്ക് നമ്മൾ മാത്രം ഒറ്റക്ക് പോയാൽ പോരാ, നമ്മുടെ കുടുംബത്തെയും അവിടേക്ക് എത്തിക്കാൻ സാധിക്കണം. പ്രവാചകൻ്റെ മക്ക ജീവിത കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ കുടുംബത്തിന് താക്കീത് കൊടുക്കാനാണ് ആദ്യമായി വഹി ഇറങ്ങിയത്. വൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്നോട് ഏറ്റവും അടുത്ത കുടുംബക്കാരോട്, ബന്ധുക്കളോട് നീ എടുത്തു പറയണം. ഈ ദീനിൻ്റെ ആദർശത്തിൻ്റെ ശക്തി എടുത്തു പറയണം. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബത്തെ കൂട്ടാൻ സാധിക്കുകയുള്ളൂ. സുഖങ്ങൾ മാത്രമുള്ള, പ്രയാസങ്ങളില്ലാത്ത, മരണമില്ലാത്ത, പ്രസവമില്ലാത്ത, ജോലിയില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, സന്തോഷം മാത്രം കിട്ടുന്ന, ആസ്വാദനം മാത്രം തൊഴിലാക്കി ജീവിക്കുന്ന ഒരു ഇടമുണ്ട്, അതാണ് സ്വർഗം.
ആ സ്വർഗത്തിലേക്ക് നമ്മുടെ പിഞ്ചുമക്കളെ എത്തിക്കാൻ സാധിക്കണം. ആ സ്വർഗത്തിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഭാര്യയെ എത്തിക്കാൻ സാധിക്കണം. ആ സ്വർഗത്തിലേക്ക് നമ്മെ സംരക്ഷിച്ച നമ്മുടെ മാതാപിതാക്കളെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതൊക്കെ നമ്മുടെ ദൗത്യമാണ്. ഈമാനിനെ കുറിച്ച് അറിയുന്ന, ഈമാനിൻ്റെ മാധുര്യം അറിയുന്ന, നരകത്തിൻ്റെ ഭീകരത അറിയുന്ന, സ്വർഗത്തിൻ്റെ ആ വലിയ ഊഷ്മളത അറിയുന്ന നമ്മൾ ഓരോരുത്തരും അവരെ കണ്ടറിഞ്ഞ് സ്വർഗത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നാറിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലുകളും അഥവാ കല്ലുകളും മനുഷ്യനും കത്തിക്കപ്പെടുന്ന ആ നരകത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, പരുക്കന്മാരായ കഠിനന്മാരായ മലക്കുകളുണ്ട് അതിൻ്റെ കാവലായിട്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു കൽപ്പിച്ചതൊന്നും അവർ ധിക്കരിക്കുകയില്ല, അവർ അനുസരിക്കും. യഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിച്ചതെല്ലാം ചെയ്യുന്ന മലക്കുകൾ, കാവലുള്ള ആ കല്ലുകൾ കത്തുന്ന, മനുഷ്യരെ കത്തിക്കുന്ന നരകത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കണേ എന്ന് ഖുർആൻ ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ ആസ്വദിക്കും. എൻ്റെ മരണം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ മരണം എങ്ങനെയായിരിക്കും? എവിടെ വെച്ചായിരിക്കും? ഏത് രൂപത്തിലായിരിക്കും? എന്തായിരിക്കും അവസാന നിമിഷത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ? ആലോചിക്കണം, ചിന്തിക്കണം. അറിയില്ല, നമുക്കറിയില്ല, ഏതു സമയത്തും വരാം. എല്ലാവരും ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ് മരണം. ഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ, ചെയ്തതിനൊക്കെ നാളെ പരലോകത്ത് കണക്ക് പറയേണ്ടി വരും. കിട്ടേണ്ട പ്രതിഫലങ്ങളാണെങ്കിൽ ഒന്നും കുറയാതെ കിട്ടും. ലഭിക്കേണ്ട ശിക്ഷകളാണെങ്കിൽ ഒന്നിലും ഒരു ദയയും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കണം. ഫമൻ സുഖ്സിഹാ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. വമൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവ് എന്താണ്? ഇല്ലാ മതാഉൽ ഖുറൂർ, ഇത് വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാണ്. ഇത് വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാണ്. ഇണകൾ അറിയണം, ഇണകൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? പരലോകത്തിലേക്ക് ലക്ഷ്യബോധത്തോടുകൂടി പോകുമ്പോൾ പരസ്പരം സഹായിക്കാൻ വേണ്ടി. ഒരു സ്ത്രീ അവളുടെ വീട്ടിലെ രാജ്ഞിയാണ്, ആ വീട് അവളുടെ കൊട്ടാരമാണ്, അവളുടെ ഭർത്താവ് അതിലെ രാജാവാണ്. മറിച്ച് ഭർത്താവിനെ അടിമയാക്കി ജീവിക്കുന്ന ഭാര്യമാരുണ്ട്. ശ്രദ്ധിക്കണം, ഭർത്താവിനെ എന്തു പറഞ്ഞാലും അനുസരിപ്പിക്കുന്ന, അവരെ നട്ടം തിരിപ്പിക്കുന്ന ഭാര്യമാരുണ്ടോ? സ്വർഗത്തിൻ്റെ വാസന പോലും അവൾക്ക് ലഭിക്കുകയില്ല. സ്വർഗം ലക്ഷ്യമാക്കുന്ന വിവാഹിതയായ ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇദാ സല്ലത്തിൽ മർഅത്തി ഖംസഹ, 5 നേരം നമസ്കരിക്കുക. വസാമത്ത് ശഹ്റഹ, റമളാനിലെ നോമ്പ് നോൽക്കുക. വഹഫിളതു ഫർജഹ, അവളുടെ രഹസ്യസ്ഥാനം സൂക്ഷിക്കുക. വഅതാഅതു സൗജഹ, അവളുടെ ഭർത്താവിനെ അനുസരിക്കുക. ദഖൽതുൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഈ നിബന്ധനകൾ മാത്രം സ്ത്രീ പാലിച്ചാൽ മതി. 5 നേരത്തെ നമസ്കാരം, റമളാനിലെ നോമ്പ്, ചാരിത്ര ശുദ്ധിയെ സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. ഭർത്താവിൻ്റെ തൃപ്തിയാൽ മരണം വരിക്കാൻ കഴിഞ്ഞാൽ ഭാര്യക്കത് മതി. അയ്യുമംറഅത്തിൻ മാത്തത് സൗജഹാ അൻഹാ റാദിൻ ദഖൽതുൽ ജന്ന, ഭർത്താവിൻ്റെ തൃപ്തിയെ കിട്ടി ഏതെങ്കിലും സ്ത്രീ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ദഖൽതുൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. വിട്ടുജോലിക്ക് നിയ്യത്ത് നന്നാക്കണം. അവിടെ എടുക്കുന്ന ഓരോ പണിക്കും ഓരോ ജോലിക്കും അല്ലാഹു തആല മഹത്തായ പ്രതിഫലം തരും. ഭർത്താവിനെയും മക്കളെയും മതം പഠിപ്പിച്ച് രൂപത്തിൽ ഒരുക്കി യാത്രയാക്കുന്നവളായി മാറണം. അതേപോലെ മക്കളും ഭർത്താവും വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരും എന്ന് പറയാൻ കഴിയില്ല. ആരെങ്കിലും ഇറങ്ങിപ്പോകുമ്പോൾ അവരോട് മാന്യമല്ലാതെ പെരുമാറിയെന്ന് വെക്കുക, എന്ത് സംഭവിക്കും? അയാൾ തിരിച്ചു വരുമ്പോഴേക്ക് നമ്മൾ മരിച്ചാൽ, അയാൾ തിരിച്ചു വരുമ്പോൾ അതൊരു ആംബുലൻസിൽ മയ്യത്തായി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വിഷമം, എന്തായിരിക്കും ദുഃഖം, എന്തായിരിക്കും പ്രയാസം? ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഭർത്താവിനെ തിന്മയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ അത് ചിലപ്പോൾ നമ്മളെ കൊണ്ടാണെങ്കിൽ, ഭാര്യയുടെ സ്ട്രെസ് കൊണ്ടാണ് ഒരാൾ ലഹരിയിലേക്ക് പോകുന്നതെങ്കിൽ, ഭാര്യയിൽ നിന്നുള്ള ഒരു കുത്തുകൊണ്ടാണ്, അതിൻ്റെ സംഘർഷം തീർക്കാനാണ് ഒരാൾ പോൺ സൈറ്റ് കാണുന്നതെങ്കിൽ, വേണ്ടാത്തത് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ, അതിൻ്റെ കാരണക്കാർ ഭാര്യയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഭാര്യമാർക്ക് അത് കൃത്യമായി അത് ശ്രദ്ധിക്കണം.
വേണ്ട രൂപത്തിൽ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിക്രയങ്ങൾ അത് വേണ്ട രൂപത്തിലാകുമ്പോൾ എല്ലാ സ്ട്രെസ്സിൽ നിന്നും ആണിനും പെണ്ണിനും മുക്തമാകാൻ സാധിക്കും. ശാരീരിക മാനസിക ബന്ധം ഊട്ടിയുറപ്പിക്കുക, നല്ല സൗഹൃദം ഭർത്താവുമായി ഉണ്ടായിരിക്കുക, ഭാര്യയെ മാന്യതയോടുകൂടി പരിചരിക്കുക. ദീനിയായ ഭാര്യമാർ ഉണ്ടാകും, പക്ഷേ ഭർത്താവ് ദീനി രംഗത്ത്, പ്രബോധന രംഗത്ത്, പ്രസ്ഥാന രംഗത്ത് അവരെ കൈപിടിച്ചു കൊണ്ടുവരേണ്ടത് ഭാര്യമാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ദീനിൽ സഹായിക്കുന്നവരായി ദമ്പതിമാർ മാറുമ്പോൾ വലിയ മാറ്റമാണ് കുടുംബത്തിലുണ്ടായിരിക്കുക. വീട് നാം ശ്രദ്ധിക്കണം. വീടിലെ ഇസ്ലാമിക അന്തരീക്ഷം തകർന്നു പോകുന്ന പ്രവർത്തനങ്ങൾ വീടിലുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിത്രങ്ങൾ തൂക്കിയിടാൻ പാടില്ല, രൂപങ്ങൾ ഒഴിവാക്കണം, മ്യൂസിക്കുകളില്ലാത്ത വീടുകളായി മാറണം. മിസ്മാറു ശൈത്വാൻ, പിശാചിൻ്റെ കുഴലൂത്താണ് മ്യൂസിക്കുകൾ. ആ മ്യൂസിക്കുകൾ സ്വീകരിക്കുന്ന വീട്ടിലേക്ക് ഹിദായത്ത് പ്രവേശിക്കുകയില്ല. വഴക്കും ബഹളവും ചിത്രങ്ങളും രൂപങ്ങളും മ്യൂസിക്കും ഉള്ളിടത്ത് കാരുണ്യത്തിൻ്റെ മലായിക്കത്ത് പ്രവേശിക്കുകയില്ല. പുരുഷന്മാർ സുന്നത്ത് നമസ്കരിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്, ഫർദ് നമസ്കരിക്കേണ്ടത് പള്ളിയിൽ നിന്നാണ്. അങ്ങനെയാണ് ഒരു ഇസ്ലാമിക കുടുംബം രൂപീകരിക്കപ്പെടുന്നത്. സ്ത്രീകൾ സമയബന്ധിതമായി നമസ്കരിക്കണം. ളുഹറിൻ്റെ സമയത്ത്, അസറിൻ്റെ സമയത്ത്, മഗ്രിബിൻ്റെ സമയത്ത്. വീട് ശ്മശാനമായി മാറരുത്. ലാ തജാലു ബുയൂത്തക്കും മഖാബിറ, നിങ്ങളുടെ വീടുകൾ ഒരിക്കലും ഖബറുകളായി മാറരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്ന് ആ വീട്ടിൽ പിശാചിന് നിൽക്കാൻ സാധിക്കുകയില്ല. യൻഫിറു ശൈത്താൻ, പിശാച് അവിടുന്ന് ഓടിയിരിക്കുമെന്നാണ്. സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്യണം. 3 ദിവസം കൂടുമ്പോൾ ഒരാൾ ആ വീട്ടിൽ ഒന്നുകിൽ ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ മക്കൾ ചുമതല കൊടുക്കണം. സൂറത്തുൽ ബഖറ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിന്നെ പിശാചിന് സ്ഥാനമുണ്ടായിരിക്കുകയില്ല. 3 സുന്നത്തുകൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ 3 സുന്നത്തുകൾ പാലിക്കണം. ഈ 3 സുന്നത്തുകൾ പാലിച്ചാൽ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടും. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലി പ്രവേശിക്കണം. രണ്ടാമത്തത്, വീട്ടുകാരോട് സലാം ചൊല്ലാൻ മടിക്കരുത്. മൂന്നാമത്തേത്, വീട്ടിൽ കയറിയ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തിരുന്നു, പല്ലു തേച്ചിരുന്നു. ആ ഒരു ചര്യ പാലിക്കണം. വീട് ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, തണലിൻ്റെ കേന്ദ്രമായി മാറണം. മക്കൾക്കും ഇണകൾക്കും വീട്ടിലുള്ളവർക്കും പുറമേ നടക്കുന്ന എന്തൊക്കെ പ്രതിസന്ധികളും തൻ്റെ വീട് തനിക്ക് ആശ്വാസമായി തോന്നും. വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു കുഞ്ഞുമോൻ, തൻ്റെ സ്കൂളിലെ ബാഗും തൂക്കി വീട്ടിലേക്ക് കയറി വരുന്ന ഒരു മോൻ, അവൻ വീട്ടിലേക്കെത്തുമ്പോൾ എല്ലാ ഭാരവും ഒഴിഞ്ഞ് ആശ്വാസത്തോടുകൂടി അവിടേക്ക് കയറി വരുന്ന ഒരു രൂപം കാണാൻ എല്ലാവരും സഹകരിക്കണം. കുടുംബത്തിലുള്ള എല്ലാവരും സഹകരിക്കണം. അപ്പോഴാണ് വീട് നല്ല സമാധാനത്തിൻ്റെ മസ്കനായി മാറുക. അങ്ങനെയുള്ള വീടായി മാറാൻ ശ്രദ്ധിക്കണം. മക്കൾ ശ്രദ്ധ വേണം. തിന്മകളെ നിസ്സാരവൽക്കരിക്കരുത്. തിന്മ വലുതാണ്. ഒരു ദിവസം എത്ര തിന്മ ചെയ്യാൻ പറ്റും? ഒറ്റൊന്നുപോലും ചെയ്യാൻ പാടില്ല. തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണം. നന്മ ഫത്തഖുല്ലാഹ മസ്തതാഅതും, കഴിയുന്നത്ര നന്മ ചെയ്യണം. വജ്തനിബു, നിങ്ങൾ ഉപേക്ഷിക്കണം, തിന്മയെ പൂർണ്ണമായി ഉപേക്ഷിക്കണം. മദ്യം, ലഹരി, MDMA, തല്ല്, ലെസ്ബൈനിസം, സ്വവർഗരതി, ബെസ്റ്റി, ക്രഷ്, അവിഹിതങ്ങൾ എന്തൊക്കെയാണ് നാട്ടിൽ മാലിന്യങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം നമ്മുടെ വീട് മുക്തമായിരിക്കണം. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണം. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു തലമുറയായി തലമുറകൾ മാറുന്നു. ഇപ്പോഴുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ അവരുടെ രക്ഷിതാക്കളെ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്? മൂത്താപ്പ, എളാപ്പ, അമ്മായി, എളാമ എത്രത്തോളം ബന്ധമുണ്ട്? ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴെങ്കിലും ഹായ് പറയുകയും സുഖമാണോ എന്ന് ചോദിക്കുകയും എല്ലാവരും വോയിസ് ഇടുകയും ചെയ്താൽ പെങ്ങന്മാരോടുള്ള മുഴുവൻ ബാധ്യതയും തീർന്നുവെന്ന് വിചാരിക്കുന്നിടത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെയല്ല, സന്ദർശനം വേണം, കാണണം, സംസാരിക്കണം, സഹായിക്കണം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ സഹായിക്കുമ്പോൾ 2 കൂലിയാണ്. ഒന്ന് രക്തബന്ധം ചേർക്കുകയും 2 സ്വതക്ക കൊടുക്കുകയും ചെയ്തു. ആ കുട്ടികളുടെ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും കുറിച്ചും തിരിച്ചറിവുണ്ടായിരിക്കണം. നല്ല ക്ഷമയോടുകൂടിയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്. ഒരിക്കലും അക്ഷമ പാരൻറ്റിങ്ങിൽ കടന്നു വരാൻ പാടില്ല. മാതാപിതാക്കൾ മോഡലാകണം, അഥവാ മാതാപിതാക്കൾ മാതൃകയാകണം. കുട്ടി എന്തു ചെയ്യണമെന്നാഗ്രഹിച്ചോ ആ ചെയ്യാൻ ആഗ്രഹിച്ചത് ആദ്യം രക്ഷിതാവ് ചെയ്യണം. എങ്കിലേ കുട്ടിയോട് ഉപദേശിക്കാനുള്ള യോഗ്യത രക്ഷിതാവിനുണ്ടായിരിക്കുകയുള്ളൂ. വലതുൻ സ്വാലിഹുൻ യദൂലഹു, നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സന്താനമായി മാറണം.
നമ്മൾ അത്യാവശ്യം വരുമാനം വരുമ്പോൾ നമ്മളെ ഇട്ടെറിഞ്ഞു പോകുന്ന ഇഖ്ലാസില്ലാത്ത ഒരു മകനെയല്ല നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. മറിച്ച് നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന, നമ്മൾ മരിച്ച് 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ എൻ്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണം, എൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണം, ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമെന്ന് പറയാൻ കഴിയുന്ന ഒരു ഇഖ്ലാസുള്ള മകനെ വളർത്തിയെടുക്കുകയാണ് പാരൻറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്ന ആ ഒരു കാര്യം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളുടെ കൂട്ടുകാരാകണം. 14 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുടെ കൂട്ടുകാരാകണം. ഒരിക്കലും പോലീസിൻ്റെ മുറ ഉപയോഗിക്കരുത്. സംസാരിച്ച് അവരോടുള്ള ദൂരം കുറക്കണം. കണ്ണിൽ നോക്കി സംസാരിക്കണം. ശരീരത്തിൽ തൊട്ട് സംസാരിക്കുന്ന ഉപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ അവരെയാണ് കുട്ടികൾ അനുസരിക്കുക. ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർക്കെതിരെ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നിങ്ങളൊരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ തദൂ അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വലാ തദൂ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വലാ തദൂ അലാ ഖദമിക്കും, നിങ്ങളുടെ പരിചാരകർക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വലാ തദൂ അലാ അംവാലിക്കും, നിങ്ങളുടെ ധനത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ അതിനൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതു സമയത്താണ് പ്രാർത്ഥന സ്വീകരിക്കുകയെന്നറിയില്ല. ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ അതോടുകൂടി ആ ആളുടെ നാശമായിരിക്കും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളിൽ പിശുക്കു വരുത്തരുത്. 1, സ്നേഹത്തിൽ പിശുക്കു വരുത്തരുത്. ഞാൻ അവനെ സ്നേഹിച്ചാൽ എന്നെക്കുറിച്ച് അവൻ്റെ മനസ്സിലുള്ള ഗൗരവം കുറയും എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഇപ്പോഴുമുണ്ട്. അവർ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത്. അവർക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം മറ്റവൻ്റെ മൂക്കുവരെയാണ്. അതുവരെയുള്ള സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും കടിഞ്ഞാണിടരുത്. അംഗീകരിക്കണം, പ്രശംസിക്കണം. പ്രശംസ വളരെ കുറവാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക്. മറ്റുള്ളവരെ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ കുറവ് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. മക്കളെ പ്രശംസിക്കാൻ സാധിക്കണം. അവർക്കൊരു തംസപ്പ് കൊടുക്കാൻ, അവർക്കൊരു ലൈക്ക് കൊടുക്കാൻ, നന്നായി മോനെ എന്ന് പറയാൻ, നീ മിടുക്കനാണെന്ന് സൂചിപ്പിക്കാൻ പിശുക്കു കാണിക്കാത്തിടത്തോളം കാലം കുട്ടികൾ നമ്മളെ അനുസരിച്ച് മുന്നോട്ട് പോകും. മതമാണ് പ്രധാനം. മതം വീട്ടിൽ വിളഞ്ഞാൽ അവിടെ സമാധാനത്തിൻ്റെ ഒരു ഭവനം പടുത്തുയർത്താൻ നമുക്ക് സാധിക്കും. മതം വീട്ടിൽ നിന്ന് എങ്ങനെ നഷ്ടപ്പെടുന്നുവോ അതിനനുസരിച്ച് വീട് വളരെ അസ്വസ്ഥമായ ഒരു കേന്ദ്രമായി മാറും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കിപ്പോൾ വീട്ടിലേക്ക് കയറിപ്പോകുമ്പോൾ തലവേദനയുണ്ടാകുന്നുണ്ടോ? അവിടുത്തെ മതം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. മതത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ തലവേദനയില്ലാതെ വീട്ടിലേക്ക് കയറിപ്പോകാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും മതമുണ്ടാകുമ്പോഴാണ് എല്ലാവർക്കും സമാധാനം വന്നു ചേരുക. അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ടാണ് സമാധാനമുണ്ടാകുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, സ്നേഹിക്കുന്നത് കൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്നത് കൊണ്ട്, അനുധാവനം ചെയ്യുന്നത് കൊണ്ട്, അനുസരിക്കുന്നത് കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഈ ലോകത്ത് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മതമാണ് പ്രധാനം. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയും യാക്കൂബ് അലൈഹിസ്സലാം നബിയും മക്കളോട് പറഞ്ഞു, വവസ്സാ ബിക ഇബ്രാഹിം ബനീഹി വയാക്കൂബ് യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം യാക്കൂബും അവരുടെ സന്തതികളോട് ഉപദേശിക്കുക കൂടി ചെയ്തു, എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായി മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാനിടയാകരുത്. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മൾ എല്ലാവരും മുസ്ലിമായി മരിക്കണമെന്നത് ഉറപ്പിച്ചാൽ മാത്രം മതി. എന്താണ് ഇപ്പോഴത്തെ കാര്യം? റീൽസ് എടുക്കുകയാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി അത് റീൽസായി പുറത്തേക്ക് വരുന്നു. പള്ള കാണൽ റീൽസാകുന്നു. അതേപോലെ ബർത്ത്ഡേ ആഘോഷം റീൽസാകുന്നു. വയസ്സറിയിക്കൽ ചടങ്ങ് റീൽസായി മാറുന്ന ഒരു കാലം വരികയാണ്. സുന്നത്ത് കല്യാണം റീൽസാകുന്നു. നമ്മുടെ ജീവിതത്തിലെ സ്വകാര്യതകളൊന്നും ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യമല്ല.
നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമല്ല. ഏത് ശരി ഏത് തെറ്റ് അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും റീൽസാക്കി പുറത്തേക്കിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു സംസ്കാരം ഒരിക്കലും മതത്തിനെ തളർത്തുകയാണ് ചെയ്യുക. ഏത് യൂട്യൂബറാകട്ടെ, ഏത് ഇൻസ്റ്റാഗ്രാം റീൽസ് നടത്തുന്ന ആളാകട്ടെ, മതം കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. മതം നിലനിർത്തി ഇതൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. വീടകത്തിൻ്റെ മതം കളയുന്ന കാര്യമാണ് ഇങ്ങനെ പുറത്തേക്കുള്ള ഇങ്ങനെയുള്ള ബ്രോഡ്കാസ്റ്റിങ്ങുകൾ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിവാഹത്തിൻ്റെ മുമ്പ് എന്തൊക്കെ വീഡിയോകളാണ് എടുക്കുന്നത്? ആരാണ് എടുക്കുന്നത്? നിക്കാഹ് കഴിയാത്ത സ്ത്രീയും പുരുഷനും. അവരൊരിക്കലും അടുത്തു നിന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കേണ്ടവരല്ല. നിക്കാഹിൻ്റെ മുമ്പ് അങ്ങനെ വീഡിയോ എടുക്കുന്നത് തനിച്ച ഹറാമും വ്യഭിചാരവുമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതുകൊണ്ട് ഇസ്ലാമിൽ ഒരു സ്ത്രീ ഹലാലാവുകയില്ല. വാപ്പ വലിയ കയ്യു പിടിച്ച് ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ഹലാലാവുകയുള്ളൂ. അതിന് ശേഷവും ഇങ്ങനെ ഒരു സ്ത്രീയെ, ഒരു പെണ്ണിനെ പ്രദർശിപ്പിക്കുക എന്നത് ഹറാമാണ്, തനിച്ച ഹറാമാണ്. അതിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ലെങ്കിൽ ആ വൈവാഹിക ജീവിതം തുടങ്ങുന്നത് തന്നെ ബർക്കത്തില്ലായ്മ കൊണ്ടാണെങ്കിൽ ആ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹു ബർക്കത്ത് നൽകുകയില്ല. നമ്മൾ ആലോചിക്കണം, ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയനുസരിച്ചും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പന അനുസരിച്ചുമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. 5ഉം 6ഉം മാസം 6ഉം 7ഉം ദിവസം കൊണ്ട് പെൺകുട്ടി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധിയെങ്കിലും മുസ്ലിങ്ങളായ നമുക്കുണ്ടായിരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മതം നഷ്ടപ്പെടുത്തുന്നിടത്ത് നമ്മൾ ഉണ്ടായിരിക്കാൻ പാടില്ല. മതം സ്ഥാപിക്കുന്നിടത്ത് നമ്മൾ മുൻപന്മാരായി ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല പൂർണ്ണമായ മുഅ്മിനീങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവർക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അഅ്ലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും നമ്മളെയും അവൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.